അലക്സാണ്ടർ അർണോൾഡിനെ ലാസ്റ്റ് ഇയറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു സീസണിൽ ഡെം ഫ്രൈസിനെ നിങ്ങൾ സൈൻ ചെയ്തത്? സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിച്ച് റിപ്പോർട്ട്. ഇന്നത്തെ ഒരു വീഡിയോ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ റയൽ മാഡ്രിഡിന്റെ RB റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഡെം ഫ്രൈസിനെ ഇന്റർ മിലാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ലാസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് തൻ്റെ ചൈൽഡ്ഹുഡ് ക്ലബ്ബൊക്കെ ആയിട്ടുള്ള ലിവർപൂൾ വിട്ടിട്ട് റയൽ മാഡ്രിഡിൽ ഒന്ന് ജോയിൻ ചെയ്തത്. ആൻഡ് റൈറ്റ് ബാക്ക് ആയിട്ട് അയാളുള്ളപ്പോൾ എന്തിനാണ് ഡെം ഫ്രൈസിന്റെ ആവശ്യം എന്ന് ചോദിക്കുന്നവരോടാണ് കേട്ടോ ഡാനി കർവഹാൽ ടീം വിട്ടിട്ട് ഈ ഒരു സീസണോട് കൂടി ടീം വിട്ടു പോയി. ഇനിയോടൊരു ബാക്കപ്പ് ഓപ്ഷൻ, അതായത് ലൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ ഒരു പ്ലെയറിനെ നിർബന്ധമാണെന്നാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 2 സീസണിൽ കണ്ടിട്ടുള്ളതാണ് റയലിന്റെ ഡിഫൻസ് അമ്പയെ പാളിപ്പോയത്. ബാക്കപ്പ് പ്ലേയേഴ്സൊക്കെ ഇഞ്ചുറി പറ്റി ACL പറ്റി കിടക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ബാക്കപ്പ് സ്ട്രോങ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിലും ട്രൗസർ, റയലിന്റെ പ്ലേയേഴ്സിന്റെ ട്രൗസർ അല്ലാതെ ടോട്ടൽ റയലിന്റെ ട്രൗസർ കയറിപ്പോന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് ഡെം ഫ്രൈസിനെ എത്തിച്ചെന്നുള്ളതാണ്. ആൻഡ് ഡെം ഫ്രൈസും അർണോൾഡും നമ്മളൊരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർണോൾഡിനെ സംബന്ധിച്ച് അർണോൾഡ് പാസിങ്ങുകളും ക്രോസുകളും അതേപോലെ തന്നെ ലോങ് ബോളും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അതേപോലെ തന്നെ ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയി കളിച്ചിട്ട് മിഡ്ഫീൽഡിലേക്ക് കയറി ചെല്ലാൻ കഴിവുള്ള ഒരു പ്ലെയറാണ്. ഇവിടെ നമ്മൾ ഡെം ഫ്രൈസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പയറിങ് ടു അർണോൾഡ് നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. കാരണം ഫിസിക്കലി ഇയാൾ കുറച്ചുകൂടി അടിപൊളിയാണ്. അടിപൊളി മീൻസ് കുറച്ചുകൂടി സാധനമുണ്ട്. ആൻഡ് പേസ്, അതായത് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് വന്നുള്ള കുക്കറെല്ലാം പോലെ തന്നെ ഓവർലാപ്പിംഗ് റൺസിന്റെ കാര്യത്തിലും ഓപ്പണന്റ് ബോക്സിലേക്ക് കയറി ചെല്ലാനുള്ളൊരു അറ്റാക്കിംഗ് സ്റ്റൈലുണ്ട് ഡെം ഫ്രൈസിന്റെ. അതും കുറച്ച് മച്ച് മോർ ബെറ്റർ ദാൻ അലക്സാണ്ടർ അർണോൾഡ് എന്നുള്ള കേട്ടോ. പക്ഷെ ഞാൻ പറയാലോ, ഈ 2 പ്ലേയേഴ്സും ഹൈ ഡെപ്ത് ഉള്ള പ്ലേയേഴ്സാണ്. ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന പ്ലേയേഴ്സാണ്. അർണോൾഡിന്റെ ജസ്റ്റ് ഒരു ക്രോസ് മതി മാച്ചിന്റെ മൊത്തം ഘടനയെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇവരെ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓപ്പണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പൊസിഷൻ ഫുട്ബോളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു ബെറ്റർ അലക്സാണ്ടർ അർണോൾഡിനെ പ്ലേസ് ചെയ്യാണെന്നുള്ളത്. അതേപോലെ തന്നെ കുറച്ചുകൂടി കൗണ്ടർ അറ്റാക്ക് ഒക്കെ നടക്കുന്ന ഒരു മാച്ച് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഡെം ഫ്രൈസ് ആയിരിക്കും കുറച്ച് സ്യൂട്ടബിൾ എന്നുള്ളതാണ്. എന്തെന്നായാലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ 2 റൈറ്റ് ബാക്കുകളും റയൽ മാഡ്രിഡിന് വളരെ മികച്ച അഡ്വാൻറ്റേജ് തന്നെയാണെന്നുള്ളതാണ്. ആൻഡ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹലോ മാഡ്രിഡ്.